ശ്രീ എൻ കെ പ്രേമേന്ദ്രൻ അങ്ങ് അറിഞ്ഞിരിക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അതായത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം നൽകിയിരിക്കുകയാണ്. കേരളത്തിലെ SIR നടപടികൾ മാറ്റിവെക്കാനാകില്ല, മാറ്റിവെക്കേണ്ടുന്ന ഒരു സാഹചര്യവുമില്ല എന്നുള്ളത് മാത്രമല്ല, പിഴയോടുകൂടി കേരളത്തിന്റെ ഹർജി തള്ളണമെന്നുള്ള ആവശ്യമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. നേരത്തെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനും സത്യവാങ്മൂലം നൽകുകയും ചെയ്തിരുന്നു. ഇനി മറിച്ചൊരു അല്ലെങ്കിൽ പോസിറ്റീവായിട്ട് അനുകൂലമായിട്ടൊരു നിലപാട് അത് കോടതിയുടെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? വളരെ പ്രതിഷേധാർഹമായ നിലപാടാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ കാര്യത്തിൽ സ്വീകരിക്കുന്നത്. SIR-നെ സംബന്ധിച്ചുള്ള വിയോജിപ്പിനോടൊപ്പം തന്നെ കേരളത്തിന്റെ പ്രത്യേകമായ സാഹചര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കാൻ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ തയ്യാറാകുന്നില്ല എന്ന് പറയുന്നത് ഏറ്റവും പ്രതിഷേധാർഹമായിട്ടുള്ള കാര്യമാണ്. കാരണം സംസ്ഥാനത്ത് വളരെ പ്രധാനപ്പെട്ട അതുകൊണ്ട് 1 ലക്ഷത്തിലധികം സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ആ തെരഞ്ഞെടുപ്പ് ഈ 9, 11 തീയതികളിൽ നടക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് മുഴുവൻ ബൂത്ത് ലെവൽ ഏജന്റുമാർ ഉൾപ്പെടെ, കാരണം BLO-മാരോടൊപ്പം അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ കൃത്യമായി പരിശോധിക്കേണ്ടത് പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രവർത്തകരൊക്കെ തന്നെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അതിന്റെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോൾ എങ്ങനെയാണ് ഇത് സ്ക്രൂട്ടിനി ചെയ്ത് ഏതെങ്കിലും തരത്തിലുള്ള അപാകതകൾ ഉണ്ടോ എന്ന് പരിശോധിക്കാൻ കഴിയുക. കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പല പ്രാവശ്യവും പ്രതികരിച്ചിട്ടുള്ളത് എന്താണ്, ഏതെങ്കിലും തരത്തിലുള്ള അപാകതകൾ ഇലക്ടറൽ ലിസ്റ്റിൽ കടന്നുകൂടിയിട്ടുണ്ടോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന് സത്യവാങ്മൂലത്തിൽ പറയുന്നത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥരാരും SIR ജോലികളിൽ നിയോഗിക്കപ്പെടുന്നില്ല അല്ലെങ്കിൽ ആ ജോലിയുടെ ഭാഗമാകുന്നില്ല എന്നുള്ളതാണ്. ഇതിലൊരു ക്ലാരിറ്റി വരുത്തിക്കൊണ്ട് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ സത്യവാങ്മൂലത്തിൽ പറയുന്നത് അവരുടെ ഭാഗമാണ്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗം ശരിയാണ് എന്ന് എനിക്ക് തോന്നുന്നു. റവന്യൂ വകുപ്പ് അടക്കം, കാരണം നമ്മുടെ കേരളത്തിൽ മിക്കവാറും ഇലക്ഷൻ നടപടികൾ മുഴുവൻ നേതൃത്വം കൊടുക്കുന്ന റവന്യൂ വകുപ്പാണ്. ആർപ്പ് ജില്ലാ കളക്ടർ തന്നെയാണ് SIR-ന്റെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിന്റെയും ഏറ്റവും പ്രധാനപ്പെട്ട നേതൃത്വം വഹിക്കുന്നത്. ജില്ലാ പഞ്ചായത്തുകളുടെ വരണാധികാരി എന്ന് പറയുന്നത് അതിന്റെ മുഴുവൻ മേൽനോട്ടവും ഡിസ്ട്രിക്ട് ഇലക്ടറൽ ഓഫീസർ എന്നുള്ള നിലയിൽ ജില്ലാ കളക്ടറാണ്. അതുപോലെ തന്നെയാണ് SIR-മായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെയും ഭരണ നിർവഹണ ചുമതല പൂർണ്ണമായും നയിക്കുന്നത് ജില്ലാ കളക്ടറാണ്. അപ്പൊ ഇത് രണ്ട് ഉദ്യോഗസ്ഥരാണ് എന്ന് എങ്ങനെയാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന് പറയാൻ കഴിയുക? അപ്പൊ പ്രാദേശിക തലത്തിലുള്ള ഇതുമായി ബന്ധപ്പെട്ട എൻറോൾമെന്റ് നടത്തുന്ന BLO-മാർ ഉൾപ്പെടെയുള്ളവരൊക്കെ തന്നെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വൈവിധ്യമാർന്ന ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ കേരളത്തിന്റെ പ്രത്യേക സാഹചര്യത്തെ പരിഗണിച്ചുകൊണ്ട് എല്ലാവർക്കും അറിയുന്നതാണ്, മുനിസിപ്പാലിറ്റികളിലേക്കും കോർപ്പറേഷനിലേക്കും പഞ്ചായത്തുകളിലേക്കും ഒക്കെ ഒരേ സമയം, അങ്ങനെ വളരെ അപൂർവം സംസ്ഥാനങ്ങളിൽ മാത്രമാണ് നടക്കുന്നത്, സൈമൾട്ടേനിയസ് ആയി തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു സംസ്ഥാനം എന്ന നിലയിൽ പ്രായോഗികമായ ബുദ്ധിമുട്ട് പരിഗണിച്ചുകൊണ്ട് പോലും 1 മാസമോ 1.5 മാസമോ 2 മാസമോ മാറ്റിവെച്ചുകൊണ്ട് ഇത് കുറ്റമറ്റതാക്കി മാറ്റി തീർക്കാനുള്ള പരിശ്രമത്തിന് പോലും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും തയ്യാറാകുന്നില്ല എന്ന് പറയുന്നത് തികച്ചും പ്രതിഷേധാർഹമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആ വാദമുഖം ഒട്ടും ശരിയല്ല. ഇതിലാകെ നേതൃത്വം SIR ആയാലും ലോക്കൽ സെൽഫ് ഗവൺമെന്റിലേക്കുള്ള ഇലക്ഷൻ ആയാലും അതിന്റെയൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഇലക്ടറൽ ചുമതല വഹിക്കുന്നത് സത്യത്തിൽ ജില്ലാ കളക്ടറാണ്. ആ ജില്ലാ കളക്ടറുടെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനും സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെച്ച വാദങ്ങളൊന്നുമല്ല സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും പറയുന്നത്.